ഇതിനു വേണ്ടിയായിരുന്നു ചേച്ചി ഇവിടെ നിന്റെ തലയിൽ വീണ ബോംബ് എന്റെ തലയിൽ വീണ് ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഈ അച്ഛനിത് എങ്ങനെ സഹിക്കും മോളെ? എന്താ പേര്? ജെയിംസ്. പേര് രാജശേഖരൻ. കൂടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പോകേണ്ട സ്ഥലം ഇന്ത്യ. രാജാ തനിച്ചു വന്നോടാ നീ. എന്റെ മോളെവിടെ? എന്റെ പൊന്നു മോളെവിടെ രാജാ? അവർ മരിച്ചിട്ട് എനിക്ക് ജീവിക്കണ്ട രാജാ. അമ്മാവൻ കിടന്നു. ഞാൻ എന്തിനു ജീവിക്കണം? എത്രയും വേഗം കണ്ണടഞ്ഞിരുന്നെങ്കിൽ മതിയായിരുന്നു. ശോഭനയുടെ വിവാഹം കൂടെ നടന്നിരുന്നെങ്കിൽ മനസമാധാനമായി മരിക്കാമായിരുന്നു. ഇനി അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അമ്മാവ, അവൾ ആരെയോ സ്നേഹിച്ചിരുന്നത്രേ. ആരെയാണെന്നൊട്ട് പറയുന്നുമില്ല. രാജ, നീ തന്നെ അവളോടൊന്ന് ചോദിക്കും. അവൾ ആഗ്രഹിക്കുന്ന വിവാഹം നടത്തി കൊടുക്കാമെന്ന് പറയും. അമ്മാവൻ അനുഭവിക്കുന്ന ദുഃഖം കാണാൻ എനിക്ക് ശക്തിയില്ല. ഞാൻ ഓമനെ റംഗൂണിൽ കൊണ്ടുപോയി അവിടെ ബലികഴിച്ചു. ഇവിടെ നിന്നെ ജീവനോടെ ബലികഴിക്കുന്നു. എന്റെ സാന്നിധ്യം ഇവിടെ എല്ലാവരെയും കൂടുതൽ വേദനിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോയി തനിക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. രാജേട്ടിലല്ല, പോകേണ്ടത് ഞാനാണ്. ഇവിടുത്തെ എല്ലാ വേദനകൾക്കും കാരണക്കാരി ഞാനാണ്. ഒരിക്കലുമല്ല. ഒരു പെൺകുട്ടിക്ക് പലതും തുറന്നു പറയാൻ കഴിയില്ലെന്നത്. ഓമനയെ വിവാഹം കഴിക്കണമെന്ന് അമ്മാവൻ പറഞ്ഞപ്പോ നമ്മൾ രണ്ടുപേരും സ്നേഹമായിരുന്നുവെന്ന് അമ്മാവനോട് അപ്പോഴേ പറയേണ്ടതായിരുന്നു. ഇപ്പോഴെല്ലാം നിഷ്ഫലമായി പോയില്ലേ രാജേട്ട? നമ്മൾ രണ്ടുപേരും ചെയ്ത ത്യാഗം വെറുതെ ആയിപ്പോയില്ലേ? രാജൻ, എന്താണ് ഞാൻ ഈ കേട്ടത്? നിങ്ങൾ തമ്മിൽ സ്നേഹമായിരുന്നെന്നോ? നിങ്ങൾക്കിതൊന്നും എന്നോട് സൂചിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ കുഞ്ഞുങ്ങളെ. ഈ ബന്ധം ഞാൻ അറിഞ്ഞില്ല. ഈശ്വര, എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? നിങ്ങളെ വേർപെടുത്തിയവൻ ഞാനാണ്. ആ തെറ്റ് ഞാൻ തിരുത്തും. മോളെ, നിന്റെ ആഗ്രഹത്തിന്, നിന്റെ ഭാവിക്ക് അച്ഛൻ ഒരിക്കലും വിലങ്ങുതറിയാവില്ല. വാ മോളെ, നിങ്ങൾ എന്നും ഒന്നാവേണ്ടവരാ. വാ മോളെ, വരൂ രാജ. ഈശ്വരൻ സാക്ഷിയായി ഇന്നു മുതൽ നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരാണ്.
അമ്മാവൻ ടെലഗ്രാം. ആ വായി. അമ്മാവ, ചേച്ചിയുടെ ടെലഗ്രാമാണ്. ഓമന വൻകുറിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. എന്താ? എന്റെ മകൾ ജീവനോടുണ്ടെന്നോ? എന്റെ മകൾ ജീവിച്ചിരിപ്പുണ്ടെന്നോ? പോയിരിക്കുന്നോ മാളം? എന്താ മാളം? ശോഭനെ പിടിക്കോ? വേണ്ട വേണ്ട, അവൻ സാവധാനം വന്നാ മതി. രാജ, ഈശ്വരൻ നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കുന്നു. ശോഭനയുടെ ജീവിതത്തെ എന്തിനെ ഇങ്ങനെയിട്ട് പന്താടും? ഓമന ജീവിച്ചിരിക്കുന്ന വിവരം ശോഭനെ അറിഞ്ഞാൽ ചേച്ചിയുടെ ജീവിത സുഖത്തിൽ ഒരിക്കലും വിലങ്ങി നിൽക്കാതെ അവൾ ആത്മഹത്യ ചെയ്യും. അതുപോലെ തന്നെ നീ ശോഭനയെ വിവാഹം കഴിച്ച ഒരു ഓമനെ അറിഞ്ഞാൽ അനിയത്തിയുടെ ജീവിത സുഖത്തിന് വേണ്ടി ഓമനയും ജീവൻ ത്യജിക്കും. അവർ തമ്മിലുള്ള സ്നേഹം എനിക്ക് നല്ലതുപോലെ അറിയാവുന്നതാ. ഓമന ജീവിച്ചിരിക്കുന്ന വിവരം ഒരു കാരണവശാലും ശോഭനെ അറിയാൻ പാടില്ല. അതുപോലെ തന്നെ നീ ശോഭനയെ വിവാഹം ചെയ്ത വിവരം ഓമനയും അറിയാൻ പാടില്ല. ഇപ്പൊ രണ്ടുപേരെയും അറിയിക്കാതെ നിവർത്തിയില്ലല്ലോ അമ്മാവ. എന്തുകൊണ്ട് നിവർത്തിയില്ല? രണ്ടുപേരെയും രക്ഷിക്കാൻ നിനക്ക് കഴിയും. അമ്മാവൻ എത്ര എളുപ്പം പറഞ്ഞു കഴിഞ്ഞു. എനിക്കിതെങ്ങനെ സാധിക്കും അമ്മാവ? എങ്ങനെയെന്ന് എനിക്കറിയില്ല. പക്ഷെ നീ ഇതെങ്ങനെയെങ്കിലും ചെയ്തേ മതിയാവും അമ്മാവ. ഞാനിനി അധിക സമയത്തേക്കില്ല. നീ സത്യം ചെയ്തിട്ട് വേണം, ആ സന്തോഷത്തിൽ വേണം എനിക്ക് മരിക്കാൻ. പറയൂ രാജ, ഇവർ രണ്ടുപേരും നിന്റെ രണ്ട് കണ്ണുകളാകും. ഒരു കണ്ണിൽ നിന്നും കണ്ണുകൾ വരാതെ സൂക്ഷിക്കേണ്ടത് നിന്റെ കടമയാണ്. നീ അത് ചെയ്യുമെന്ന് സത്യം ചെയ്യണം രാജ. ആ, സത്യം ചെയ്യൂ. അമ്മ, ഞാനിതാ സത്യം ചെയ്ത് പറയും. എന്റെ ജീവിതകാലം മുഴുവൻ ഇത് ഞാൻ രഹസ്യമായി സൂക്ഷിക്കും. മതി ഈശ്വര. രാജ, രാജ, രാജ. ശോഭനെ, ഒന്ന് വേഗം വരൂ ശോഭനെ. അച്ഛൻ നമ്മളെ വിട്ടു പോയി. അങ്ങനെ ഒരു വലിയ മനുഷ്യന് ഞാൻ കൊടുത്ത വാഗ്ദാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി 25 വർഷങ്ങളോളം ഞാൻ അനുഭവിച്ച നരകവേദന ദൈവം പോലും സഹിക്കില്ല. മൂത്തവൾ ജീവിച്ചിരിക്കുന്ന വിവരം ഇളയവൾ അറിയിക്കരുത്. ഇളയവൾ മരിച്ച വിവരം മൂത്തവൾ അറിയിക്കരുത്. പുറമേ ശാന്തതയും അടിയിൽ കുത്തൊഴുക്കും നിറഞ്ഞ ഒരു സമുദ്രമായിരുന്നു എന്റെ ഹൃദയം. എവിടെയെങ്കിലും എന്റെ നിയന്ത്രണം വിട്ടുപോയിരുന്നെങ്കിൽ എന്നെ സ്നേഹിച്ച രണ്ട് ജീവനും എന്റെ സത്യവും എന്നേക്കുമായി തകർന്നു പോകുമായിരുന്നു. മിസ്റ്റർ ഗോപാലൻ നായർ, നിങ്ങൾ എന്റെ മകളെ വലിച്ചു വെച്ച് എന്റെ മുന്നിൽ തള്ളിയത് വളരെ നന്നായി. ഇല്ലെങ്കിൽ ഈ രഹസ്യം ഒരിക്കലും പുറത്തു വരികയില്ല. അതിന്റെ വീർപ്പുമുട്ടിൽപ്പെട്ട് ഞാൻ മരിച്ചു പോകുമായിരുന്നു. നിങ്ങൾ എന്റെ ജീവനെയാണ് രക്ഷിച്ചത്. ഞാൻ നിങ്ങൾക്കെന്നും കടപ്പെട്ടവനാണ്, നന്ദിയുള്ളവനാണ്. ഓമൻ, ഇങ്ങോട്ട് വരും. പറയൂ, ഞാൻ നിന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. അങ്ങനെ പറയുന്നു. ദൈവം മനുഷ്യനെ ദ്രോഹിക്കുമോ? ശോഭനെ ഞാൻ വിവാഹം ചെയ്ത് തെറ്റാണോ? ഒരിക്കലുമല്ല. ഞാൻ അങ്ങയോടൊത്ത് ഇത്രയും കാലം ജീവിച്ച ജീവിതം അവൾ എനിക്ക് തന്ന തിരിച്ചയല്ലേ. എങ്ങോട്ട് പോകും? ശരി, ഞാൻ എന്തിനാ അവിടെ നിൽക്കുന്നു? തള്ളയില്ലാത്ത 3 കുഞ്ഞുങ്ങൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുകയല്ലേ. ഞാൻ അങ്ങോട്ട് പോകാൻ. നമുക്ക് അവരെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാം. നമുക്കെല്ലാം ഒന്നിച്ച് ഇവിടെ തന്നെ കഴിയാം. ഇതൊന്നും അമ്മാവന്റെ പ്രശ്നം തീരുന്നില്ല. ഒറ്റ കുട്ടികളെ കാര്യങ്ങൾ എല്ലാം ചോദിച്ച് മനസ്സിലാക്കി.
അച്ഛൻ സാവിത്രി ഇവിടെ കൊണ്ടുവന്നതാക്കി അറിഞ്ഞിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനൊരു അനുസരണക്കേട് കാണിച്ചു പോയതാണ്. ഭൂമിയിൽ അവതരിച്ച മറ്റൊരു ദൈവമാണ് നിങ്ങൾ. നിങ്ങളെ തെറ്റിദ്ധരിച്ചത് ഞങ്ങളുടെ അറിയില്ലാത്തതാണ്. നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. എന്നോട് ക്ഷമിക്കണം. താനൊരു തെറ്റ് ചെയ്താൽ അതിന്റെ കുറ്റം മറ്റുള്ളവരിൽ ആരോപിക്കുക എന്നുള്ളതാണ് മനുഷ്യവാസം. ഞാനും അത് തന്നെ ചെയ്തു. നിങ്ങളുടെ മകളെ കുറ്റക്കാരിയാക്കുന്നതിന് പകരം എന്റെ മകൻ ആ കുറ്റം എന്തുകൊണ്ട് ചെയ്തിരിക്കുകയില്ല എന്നെനിക്ക് ചിന്തിക്കാമായിരുന്നു. അവിവേകം അതിന് സമ്മതിച്ചില്ല. എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ ഒരിക്കലും കുറ്റക്കാരനല്ല ഗോപാലൻ നായർ. ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൽ നടക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ വേദനിപ്പിച്ചവൻ എന്നുള്ള നിലയ്ക്ക് എനിക്കിവിടെ നിൽക്കാൻ ലജ്ജ തോന്നുന്നു. ഞാൻ പോവുക. അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ? എന്തിനു വേണ്ടി വന്നോ അത് നടത്തിയിട്ടേ പോകാവൂ. ഓ, അങ്ങനെയാണെങ്കിൽ പച്ചവിളക്ക് കത്തുന്നു, 2 വണ്ടികൾ ഇവിടെ, 1 വണ്ടി അവിടെ, അങ്ങനെ 3 വണ്ടികൾ താഴെ നിൽപ്പുണ്ട്. ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടി ഇപ്പൊ പുറത്തു. നിങ്ങൾക്ക് 2 പേർക്കും സമ്മതമാണെങ്കിൽ എനിക്ക് സമ്മതമാണ്. എപ്പോഴും കളർ പിടിക്കാൻ മാത്രം വന്നാൽ മതിയോ? സ്വല്പം സത്യം ഉണ്ടോ?